ലോക ഫുട്ബോളിൽ ഇനി ഒരു മാസക്കാലം ഫിഫ ക്ലബ് വേൾഡ് കപ്പിന്റെ ആവേശമാണ്. വിവിധ ലീഗുകളിൽ നിന്ന് യോഗ്യത നേടിയ 32 ക്ലബ്ബുകൾ മാറ്റുരക്കുന്ന പോരാട്ടം നടക്കുന്നത് അമേരിക്കയുടെ മണ്ണിലാണ്. 4 വീതം ടീമുകളുള്ള 8 ഗ്രൂപ്പുകളായിട്ടാണ് മത്സരം നടക്കുന്നത്. യൂറോപ്പിൽ നിന്ന് നിലവിലെ ചാമ്പ്യൻസ് ലീഗ് ജേതാക്കളായിട്ടുള്ള PSG തന്നെയാണ് ഫേവറേറ്റുകൾ. റിയൽ മാഡ്രിഡ്, മാഞ്ചസ്റ്റർ സിറ്റി, ചെൽസി, ഇന്റർ മിലാൻ, യുവന്റസ് തുടങ്ങിയ ടീമുകൾ വിവിധ ഗ്രൂപ്പുകളിലായിട്ട് മത്സരിക്കുന്നുണ്ട്. അതേസമയം ബാഴ്സലോണ, മാഞ്ചസ്റ്റർ യുണൈറ്റഡ്, ആഴ്സണൽ തുടങ്ങിയ ടീമുകൾക്ക് ക്ലബ് വേൾഡ് കപ്പിലേക്ക് യോഗ്യതയില്ലാത്തത് ഫുട്ബോൾ ആരാധകർക്ക് നിരാശയാണ്. എന്നാൽ ലയണൽ മെസ്സിയുടെ ഇന്റർ മയാമി വടക്കേ അമേരിക്കയെ പ്രതിനിധീകരിച്ച് ഫിഫ ക്ലബ് വേൾഡ് കപ്പിന്റെ ഭാഗമാകുന്നത് മെസ്സി ആരാധകർക്ക് ആവേശമായിട്ടുള്ള ഒരു കാര്യമാണ്. സൗദിയിൽ നിന്ന് അൽ നസറിന് യോഗ്യത നേടാൻ സാധിക്കാത്തതിനാൽ സൂപ്പർ താരം ക്രിസ്ത്യാനോ റൊണാൾഡോ ഇല്ലാത്ത ക്ലബ് വേൾഡ് കപ്പ് ആവും ഇത്. ബ്രസീലിയൻ ക്ലബ്ബായ സാന്റോസിനും യോഗ്യതയില്ലാത്തതുകൊണ്ട് നെയ്മറിനും ക്ലബ് വേൾഡ് കപ്പിൽ പന്ത് തട്ടാൻ സാധിക്കില്ല. കിലിയൻ എംബാപ്പെ, വിനീഷ്യസ് ജൂനിയർ, എർലിംഗ് ഹാലൻഡ്, ജൂഡ് ബെല്ലിംഗ്ഹാം തുടങ്ങിയവരാണ് പ്രധാന ശ്രദ്ധാകേന്ദ്രങ്ങൾ. സൗദി ലീഗിൽ നിന്ന് യോഗ്യത നേടിയിട്ടുള്ള അൽ ഹിലാൽ FC-യും UAE-യിൽ നിന്ന് അൽ ഐൻ FC-യും ഈ ക്ലബ് വേൾഡ് കപ്പിന്റെ ഭാഗമാകുന്നുണ്ട്. ക്ലബ് ലോകകപ്പ് നേരത്തെ തന്നെ ഉണ്ടായിരുന്നെങ്കിലും ഫിഫ വേൾഡ് കപ്പിന്റെ മാതൃകയിൽ ആദ്യമായിട്ടാണ് ഈ ടൂർണമെന്റ് അരങ്ങേറാൻ വേണ്ടി പോകുന്നത്. എല്ലാ വൻകരയിലെയും ചാമ്പ്യന്മാർ മാത്രം അണിനിരന്നിരുന്ന ഒരു ടൂർണമെന്റിന് കുറഞ്ഞ ടീമുകൾ മാത്രമാണ് പങ്കെടുത്തിട്ടുണ്ടായിരുന്നത്. എന്നാൽ ഇത്തവണ ഇതൊരു മിനി വേൾഡ് കപ്പ് തന്നെയാണ്. ഉദ്ഘാടന മത്സരം മെസ്സിയുടെ ഇന്റർ മയാമിയും ഈജിപ്ഷ്യൻ ക്ലബ്ബായ അൽ അഹ്ലിയും തമ്മിലാണ്. വിവിധ ക്ലബ്ബുകൾക്കായി 144 ബ്രസീലിയൻ താരങ്ങളാണ് ഈ ടൂർണമെന്റിൽ പങ്കെടുക്കുന്നത് എന്നത് ഒരു റെക്കോർഡ് കൂടിയാണ്. ജൂലൈ 13-ന് ന്യൂജേഴ്സിയിലെ മെറ്റ്ലൈഫ് സ്റ്റേഡിയത്തിലാണ് ഫൈനൽ മത്സരം വരുന്നത്. ഏതായാലും നിങ്ങളുടെ ഫേവറേറ്റ് ഫുട്ബോൾ ക്ലബ്ബ് ഈ ടൂർണമെന്റിൽ പങ്കെടുക്കുന്നുണ്ടോ എന്നുള്ള കാര്യം ഒന്ന് കമന്റ് ചെയ്യുക. ആർക്കാണ് കൂടുതൽ സാധ്യത എന്നുള്ള കാര്യവും ഒന്ന് പ്രവചിക്കുക.